യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിൻ്റെ നല്ല നിമിഷത്തിൽ ഈ 11 മണിയായ സമയത്ത് ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ കാണുവാൻ കേൾക്കുവാൻ കർത്താവ് ഒരു അവസരം കൂടെ നൽകിയതോർത്തിൻ്റെ ദൈവത്തെ സ്തുതിക്കുന്ന ദൈവവചനമായി അടുത്തു വരുന്ന ഒരു വാക്ക് പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. കാരുണ്യവാനായ ദൈവമേ, സ്തുതിക്കുന്ന പിതാവേ, നൽകപ്പെട്ട വചനത്തെ തിരുമേനിയുടെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വചനത്തിന് ആഴങ്ങൾ സംസാരിപ്പാൻ പരിശുദ്ധാത്മാവ് അവിടുന്ന് കൃപ നൽകണമേ. കേൾക്കുന്ന ജീവിതങ്ങൾ അത്ഭുതമായി മാറുവാൻ സ്വർഗ്ഗം അവിടുന്ന് കൃപ ചെയ്യണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ. യെശയ്യാ പ്രവചനം പുസ്തകം 40-ാം അധ്യായം അതിൻ്റെ 30-ും 31-മുള്ള വാക്യങ്ങൾ വായിക്കുന്നു. ബാല്യക്കാർ ക്ഷീണിച്ചു പോകും, തളർന്നു പോകും, യൗവനക്കാർ ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. അനുഗ്രഹീതമായ ഒരു വേദവാക്യമാണ് നമുക്ക് പരിശുദ്ധാത്മാവ് നൽകി തരുവാനിടയായി തീർന്നത്. യെശയ്യാവിലൂടെ പരിശുദ്ധി ആത്മാവ് ശക്തമായി പറഞ്ഞൊരു ദൂതാണ്. ബാല്യക്കാർ ക്ഷീണിച്ചു പോകും. അവർ ക്ഷീണിക്കുക മാത്രമല്ല, തളർന്നു പോകും. അതായത് ഈ ലോകത്തിലെ കഴിവും പ്രാപ്തിയും ആരോഗ്യവും ഉണ്ട് എന്ന് പറയുന്ന പലതും തകർന്നു വീഴുമ്പോഴും യഹോവയെ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ ദൈവമുള്ള ഒരു ദൈവ പൈതലിനെക്കുറിച്ച് ദൈവികമായ നിയോഗത്തിൽ നിൽക്കുന്ന, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, സത്യദൈവത്തെ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് പറയുന്നു, അവർ ക്ഷീണിച്ചു പോയാലും യഹോവയെ കാത്തിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ശക്തിയെ പുതുക്കുക തന്നെ ചെയ്യും. ഈ കാലഘട്ടത്തിൽ യഹോവയെ കാത്തിരിക്കുന്നതാണ് ഏറ്റവും, അതായത് ദൈവം പറഞ്ഞ ദൂതും ആലോചനയും നടക്കുമെന്ന് വിശ്വസിക്കുകയും അതിനായി കാത്തിരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദൈവ പൈതലാണോ നീയെങ്കിൽ ഈ പ്രഭാതത്തിൽ പറയട്ടെ, നിൻ്റെ ജീവിതം ശക്തി ആയിത്തീരും, പുതുക്കമുള്ളതായിത്തീരും. പലരും കർത്താവിന് കാത്തിരിക്കുമ്പോൾ ക്ഷീണിച്ചു പോകുന്ന കേൾക്കുന്നത്, പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ലാതെ നിരാശപ്പെടുന്നു, തളർന്നു പോകുന്നു എന്നൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ ഓർത്തോണമേ, അവരുടെ ഹൃദയം അതിന് തയ്യാറായി തീരാതെ ക്ഷീണിപ്പിക്കുന്ന അന്തരീക്ഷം നമുക്ക് അറിയാം. സമയങ്ങൾ വൈകും തോറും, കാലങ്ങൾ ദീർഘമാകും തോറും ക്ഷീണിച്ചു പോകും. എന്നാൽ ആ ക്ഷീണത്തെ ഇന്ന് ഈ പ്രഭാതത്തിൽ പറയട്ടെ, അതിനെ എടുത്തു മാറ്റിക്കൊണ്ട് അത് നടക്കുമെന്ന് നിശ്ചയിച്ചിരിക്കുമ്പോൾ അതൊരു അത്ഭുതമായി നിൻ്റെ ജീവിതത്തിൽ വരും. ഈ പ്രഭാതത്തിൽ അതിന് ദൈവം ചില മുഖാന്തരങ്ങൾ ഒരുക്കും. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വരുമെന്ന് കാലങ്ങൾക്കപ്പുറം കാത്തിരുന്നവരുണ്ട്. യെശയ്യാവ്, യിരെമ്യാവ്, അങ്ങനെ പല പ്രവാചകന്മാർ നമുക്കറിയാം, ഒത്തിരി ആൾക്കാർ കാത്തിരുന്നു. പക്ഷേ ബൈബിൾ പറയുന്നു, കാലസമ്പൂർണത വന്നപ്പോൾ സ്ത്രീയുടെ സന്തതിയായി യേശു ക്രിസ്തു ലോകത്തിൽ വന്നു. അതൊക്കെ എത്ര അനുഗ്രഹീതമായ നിമിഷങ്ങളാണ്. നമ്മുടെ കാലത്തിൽ നടക്കാത്തത് നമ്മുടെ കാലത്തിൽ നടക്കുമെന്ന് വിശ്വസിക്കുവാൻ കാത്തിരുന്നവരാണ്. ഞാൻ പറയട്ടെ, അവരൊന്നും ക്ഷീണിച്ചു പോകാത്തത് കൊണ്ട് ആ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ഇന്നും ഈ ഭൂമിയിൽ അവരെക്കുറിച്ച്, അവരുടെ പേര് പറയുവാനും അവരെക്കുറിച്ച് ചിന്തിക്കുവാനും കർത്താവിന് വേണ്ടി കാത്തിരുന്നവരെ തമ്പുരാൻ ഇന്നും മറന്നിട്ടില്ല. യെശയ്യാവിനെ ഒരുപക്ഷെ നമ്മുടെ ജീവനോടെ അല്ലെങ്കിൽ അക്ഷയമായി നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ആ മനുഷ്യൻ്റെ പേരെടുത്ത് പറയുവാൻ പോലും ദൈവം നമുക്ക് ഈ കാലഘട്ടത്തിലും ഇനിയുള്ള കാലഘട്ടങ്ങളിലൊക്കെ ദൈവം നൽകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ കാത്തിരിപ്പിൻ്റെ ശക്തിയാണ്. ഒരു കാര്യം ഓർത്തോണം, കാത്തിരിക്കുന്നൊരു വ്യക്തി ശക്തിയുള്ളവരായിത്തീരും. അവരുടെ വാക്കുകൾക്കോ അവരുടെ പ്രവൃത്തികൾക്കോ അവരുടെ ചിന്തകൾക്കോ ഒരിക്കലും ക്ഷതം സംഭവിക്കത്തില്ല. അതിലൊരു അത്ഭുതം തന്നെ ഉണ്ടാകും. നീ ഏത് വിഷയത്തെയാണ് ഉറച്ച് വിശ്വസിക്കുന്നത്, അതൊരു അത്ഭുതമായി വരും. വിശ്വാസം പോലും ശക്തി എന്നാണ് പറയുന്നത്. വിശ്വാസത്തിൽ ശക്തിപ്പെടുവിനെന്നാണ് പൗലോസ് പഠിപ്പിക്കുന്നത്. കാരണം വിശ്വാസമുണ്ടായാൽ പോലെ ആ വിശ്വാസത്തിൻ്റെ അകത്തളത്തിൽ ഒരു ശക്തി ഉണ്ടായിരിക്കണം. മനസ്സിനെ തളർത്തുന്ന, വിചാരപ്പെടുത്തുന്ന, ക്ഷീണിപ്പിക്കുന്ന അന്തരീക്ഷമുണ്ടെങ്കിൽ ഈ പകൽക്കാലം അതിനെ എടുത്തു മാറ്റിയിട്ട് പൂർണ്ണമായും വിശ്വസിക്കുക. വിശ്വാസത്തിൽ എപ്പോഴും ഒരു ശക്തി ഉണ്ടായിരിക്കണം. കേൾക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായി ആ വർത്തമാനത്തിൽ അല്ലെങ്കിൽ ആ സംഭാഷണത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ ദൈവം അത്ഭുതം ചെയ്യും. ഇവിടെ നോക്കണമേ, യെശയ്യാവ് പറഞ്ഞിരിക്കുന്ന പദം നമുക്ക് വളരെ ശക്തമായി അറിയാം. ബാല്യക്കാർ ക്ഷീണിച്ചും തളർന്നു പോകുമ്പോൾ, യൗവനക്കാർ ഇടറി വീഴുമ്പോൾ, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഈ കാലഘട്ടത്തിൽ ഓർക്കണമേ ദൈവമക്കളെ, നീ ഒരു ശക്തിയുള്ളവരായി മാറാൻ പോവുകയാണ്. എന്തോ നിൻ്റെ വിഷയത്തിന് വേണ്ടി ഒരു അത്ഭുതം എൻ്റെ ദൈവം ചെയ്യുവാൻ പോവുക. ആ വിഷയം ഏറ്റുവാങ്ങാനുള്ള ശക്തി നിനക്ക് ദൈവം നൽകുക. നമുക്കറിയാം, ഒരു കഷ്ടത സഹിക്കാനുള്ള ശക്തി കിട്ടുന്നത് പോലെ തന്നെയാണ് ഒരു അനുഗ്രഹം ഏറ്റുവാങ്ങാനും നമുക്ക് ശക്തി ആവശ്യമാണ്. അവിടെ നമ്മൾ ദൈവത്തിൻ്റെ ആ ശക്തി ഏറ്റുവാങ്ങുമ്പോഴാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. ഈ പകൽക്കാലം
വെളിപ്പാട് പുസ്തകം 40-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം വായിച്ച് ശേഷം നമുക്ക് വായിക്കാം. 2-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഞാൻ നിന്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. അതായത് കർത്താവ് പറഞ്ഞത് ചാകാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ദൈവവചനം കൊണ്ട് നമ്മളെ എന്തോ ഒരു പൂർത്തീകരണത്തിൽ കൊണ്ട് നിർത്തുകയാണ്. ഒരു വലിയ ദൗത്യം നിവർത്തിക്കാൻ വേണ്ടിയ ദൈവം നമ്മളെ ശക്തീകരിച്ചത്. എന്നാൽ അവശരായി തളർന്നു പോയ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആ പ്രവൃത്തി പൂർത്തീകരിക്കാൻ കഴിയാതെ, അല്ലെങ്കിൽ അത് വിശ്വസിക്കാൻ കഴിയാതെ, അതിനെ അംഗീകരിക്കാൻ കഴിയാതെ നമ്മുടെ മനസ്സും ശരീരവും തളർന്നു പോയെങ്കിൽ ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾ ശക്തീകരിക്കുക. ചാകാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ശക്തി പകരണമെങ്കിൽ കർത്താവായ യേശുക്രിസ്തു ഇങ്ങനെ പറയുന്നു: നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ജെറുസലേമിലും യഹൂദയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷിയാകുമെന്ന്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമൈതലേ, നിന്നെ ശക്തീകരിച്ച് നിന്നെ ഒരു അനുഗ്രഹത്തിൻ്റെ സാക്ഷിയാക്കി തീർക്കുവാൻ ഈ പ്രഭാതത്തിൽ ഈ വചനം നിന്നെ ശക്തീകരിക്കട്ടെ. അധികാരത്തിൻ്റെ വചനമായി അത്ഭുതത്തിൻ്റെ വചനം നിന്നിൽ പ്രവർത്തീകരണത്തിലേക്ക് കൊണ്ടുവരട്ടെ. മറ്റൊരു വാക്യം കൂടെ വായിച്ച് നമുക്കിതിനെ ഉറപ്പിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഈ സങ്കീർത്തനങ്ങൾ 37-ന്റെ 23, 24 അത് വായിക്കുമ്പോൾ അതിനകത്ത് പരിശുദ്ധാത്മാവ് ആലേഖനം ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു മനുഷ്യൻ്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവൻ്റെ ഗമനം സ്ഥിരമാക്കുന്നു. അവർ വീണാലും നിലം പരിചയാകുകയില്ല. യഹോവ അവനെ കൈപിടിച്ച് താങ്ങുന്നു. എന്ത് അനുഗ്രഹീത വാക്യമാണ് നമുക്ക് പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ വഴിയിൽ ദൈവത്തിന് പ്രസാദം തോന്നിയാൽ, പ്രിയ ദൈവമക്കളെ, നിന്നെ ദൈവത്തിന് ഇഷ്ടപ്പെട്ടാൽ ചിലപ്പോൾ ലോകത്തിൽ നിന്നെ മനസ്സിലാകില്ലെങ്കിലും നീ സന്തോഷിച്ചു. ദൈവത്തിന് നിന്നെ ഇഷ്ടമാണ്. ദൈവത്തിന് നിൻ്റെ നിറം ഇഷ്ടമാണ്, നിൻ്റെ രീതി ഇഷ്ടമാണ്, ഗുണം ഇഷ്ടമാണ്. എന്തിനാ? ദൈവമാണ് നിന്നെ തിരഞ്ഞെടുത്തത് കൊണ്ട്. അവൻ ആഗ്രഹിച്ചിട്ടാണ് നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇവിടെ പറയുന്നത്, ഒരു മനുഷ്യൻ്റെ വഴിയിൽ ദൈവത്തിന് പ്രസാദം തോന്നിയാൽ, നിൻ്റെ യാത്രയിൽ അല്ലെങ്കിൽ നിൻ്റെ ചിന്തകളിൽ ദൈവത്തിന് പ്രസാദം തോന്നിയാലും അത് ലോകത്തിന് നിന്നെ അംഗീകരിക്കാൻ കഴിയാത്ത പല അവസ്ഥകളുണ്ടായിരിക്കാം. നീ അതിനെ ഓർത്ത് ഭാരപ്പെടണ്ട. യഹോവ അവൻ്റെ ഗമനത്തെ എന്ത് ചെയ്യും? സ്ഥിരമാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നിൻ്റെ യാത്ര അനുഗ്രഹമാക്കി മാറ്റും. നിൻ്റെ പോക്കിനെയും വരവിനെയും യാത്രയെയും ഒക്കെ പലരും പല രീതിയിൽ വ്യാഖ്യാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഉറപ്പിക്കുന്നു, നിൻ്റെ ഗമനത്തെ ആഗമനത്തെ ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കുന്നത് തന്നെയാണ് ദൈവം. ഇവിടെ പറയുന്നു, യഹോവ അവൻ്റെ ഗമനം സ്ഥിരമാക്കുന്നു. പിന്നെയോ 24-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: അവൻ വീണാലും നിലം പരിചയാകില്ല. യഹോവ അവനെ കൈ പിടിച്ച് താങ്ങുന്നു. ശരിയാണ്. പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ട്, നമ്മുടെ യാത്രയിൽ പല പ്രയാസങ്ങളും നേരിടുമ്പോൾ നമ്മൾ തന്നെ ചിന്തിച്ചു പോകും, ഇത് യഹോവ അല്ലെങ്കിൽ ദൈവം എന്നെ അയച്ചതാണോ അല്ലയോ. നമ്മുടെ ചില പരാജയങ്ങൾ കാണുമ്പോൾ പലരും കുത്തുവാക്കോടുകൂടി അല്ലെങ്കിൽ മറ്റൊരു വാക്യത്തിലൂടെ അവർ ചിന്തിച്ച് പറയും, കണ്ട ദൈവം അയക്കാത്ത അല്ലെങ്കിൽ ദൈവികഹിതമല്ലാത്തടത്ത് യാത്ര പുറപ്പെട്ടിട്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചതെന്ന് പലരും പറയുന്നത് കേൾക്കാം. അതിന് ഉദാഹരണമായി ഞാൻ പറയാം. അപ്പോസ്തലനായ പൗലോസ് യാത്ര പുറപ്പെട്ടപ്പോൾ, അപ്പോസ്തല പ്രവൃത്തി 22-ാം അധ്യായത്തിൽ താൻ യാത്ര പുറപ്പെട്ടപ്പോൾ തങ്ങളുടെ യാത്രയിൽ കപ്പലിന് ക്ഷതം സംഭവിക്കുകയാണ്. ഞാൻ ചോദിക്കുന്ന, ഒരു അഭിഷിക്തൻ്റെ യാത്രയാണ്. ആ യാത്രയിൽ ആ കപ്പലിന് ക്ഷതം സംഭവിക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. പക്ഷേ അവിടെ വെച്ച് തന്നെ കർത്താവ് പറയുന്നു, ഇതിലിരിക്കുന്ന പൗലോസേ, ഇതിലുള്ളവരെല്ലാം ഞാൻ നിനക്ക് തരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഒരു കപ്പൽ തകർന്നു പോയാൽ, ഒരു വലിയ കടലിൻ്റെ നടുവിൽ ഒരു കപ്പൽ തകർന്നാൽ അവിടെ ഇരിക്കുന്ന സ്വന്തം ജീവനെ പോലും രക്ഷിപ്പാൻ കഴിയത്തില്ല. അസാധ്യമായൊരു സംഭവമാണ് അവിടെ സംഭവിക്കുന്നത്. പക്ഷേ അതിൻ്റെ നടുവിലും ദൈവം പറഞ്ഞ വാക്കിനെ വിശ്വസിക്കുവാൻ ആ മനുഷ്യൻ തയ്യാറായതുകൊണ്ട് ആയിരുന്ന ഒരു വ്യക്തിക്ക് പോലും, ഒരു മുടിനാരിന് പോലും കേട് സംഭവിക്കാതെ അവർ മറുകര എത്തുവാനിടയായി തീർന്നു. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ യാത്ര പുറപ്പെടുന്ന, നിന്നെ അയക്കുന്ന മണ്ഡലങ്ങളിൽ ദൈവം സംഭാഷിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്തെല്ലാം പ്രശ്നം നേരിട്ടാലും നീ കുലുങ്ങിപ്പോകരുത്. നിൻ്റെ ബുദ്ധിക്ക് നിരക്കാത്ത പല പ്രശ്നങ്ങൾ അവിടെ സംഭവിക്കുമായിരിക്കും. ബുദ്ധിയിലെത്താത്ത വൻ കാര്യങ്ങൾ അവിടെ വെളിപ്പെടുമായിരിക്കും. പക്ഷേ ദൈവം പറഞ്ഞ വാക്കിനെ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് യാത്ര പുറപ്പെടുന്നു. അത് നിനക്ക് അനുഗ്രഹമായി തീരും. ഏത് പ്രതികൂലത്തെയും അനുഗ്രഹമാക്കുന്ന ഒരു ദൈവം നിന്നോട് കൂടെയുണ്ട്. ഈ കാറ്റും കോളും തിരമാലകളൊക്കെയും അല്പം കഴിയുമ്പോൾ ശാന്തമാകും. പക്ഷെ ദൈവം പറഞ്ഞ വാഗ്ദത്തം അല്ലെങ്കിൽ അനുഗ്രഹം അതിൻ്റെ അകത്തുനിന്ന് തലപൊക്കി എഴുന്നേറ്റ് വരുന്നത് നിൻ്റെ കണ്ണാലെ കാണും. ഈ പ്രഭാതത്തിൽ വിശ്വസിക്കുക, ഈ നിമിഷങ്ങളിൽ വിശ്വസിക്കുക. ഒരു അത്ഭുതം നിന്നെ കാത്തിരിക്കുകയാണ്. ഇവിടെ
ഒരു വാക്യം കൂടെ താഴിട്ട് വായിക്കുമ്പോൾ 25-ാമത്തെ വാക്യം കൂടെ ചേർന്ന് വായിച്ച ഞാൻ ബാലനായിരുന്നു, വൃദ്ധനായി തീർന്നു. നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരമിരക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതായത് ഒരു ഭക്തൻ ഉറപ്പിച്ച് പറയുകയാണ്, ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും വ്യത്യസ്തതയൊക്കെ എനിക്ക് സംഭവിച്ചു, പക്ഷേ ഒരു നീതിമാനായ ഞാൻ ഒരിക്കലും ഒറ്റപ്പെട്ടു പോയിട്ടില്ല. അതായത് എന്തെല്ലാം എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയിന്ന് അക്ഷരികമായി തോന്നിയാലും ഒരു ഭക്തനെ സംബന്ധിച്ച് പറയുന്നു, അവൻ തുണയില്ലാതെ ഇരിക്കത്തില്ല, അവൻ ഒറ്റയ്ക്കായി പോകത്തില്ല, അവനോടുകൂടെ ദൈവമുണ്ട്. പത്മോസിൻ്റെ ഏകാന്തതയിൽ യോഹന്നാൻ ഒറ്റപ്പെട്ടു പോയി. മരണം തൻ്റെ വേട്ടയാടി നിൽക്കുന്നു. മുന്നിൽ മുഴുവനും കടിച്ചു കീറാൻ വരുന്ന ചെന്നായ്ക്കളുണ്ടാകാം, കൊത്തിക്കൊല്ലാൻ വരുന്ന പാമ്പുണ്ടാകാം, കുത്തിപ്പറിക്കാൻ വരുന്ന കഴുകനുണ്ട്. ഇതെല്ലാം ഉള്ളപ്പോഴും അതിൻ്റെ നടുവിൽ കർത്തൃ ദിവസത്തിൽ ആത്മവിവശതയോടെ ദൈവത്തെ കാണുവാൻ ഒരവസരം ദൈവം ഒരുക്കി. ഞാൻ ചോദിക്കട്ടെ, ചീറി കടിക്കുന്ന പ്രശ്നങ്ങൾ തൻ്റെ മുന്നിൽ നിന്നപ്പോൾ തന്നെയല്ലേ ആ യോഹന്നാന് സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുവാനിടയായെങ്കിൽ? പ്രിയ ദൈവമക്കളെ, ഈ ക്രിസ്തീയ യാത്രയിൽ നീതി പുറപ്പെടുന്ന ഓരോ നിമിഷവും പ്രശ്നങ്ങളും എത്രയെല്ലാം ഉണ്ടെങ്കിൽ അതിൻ്റെ നടുവിലൂടെയാണ് നിൻ്റെ അനുഗ്രഹവും കയറി വരുന്നത്. അബ്രഹാം യാഗം കഴിക്കാനായി കടന്നു പോകുമ്പോൾ തൻ്റെ മകനെ യാഗം കഴിക്കാനാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. ദൈവം പറഞ്ഞാൽ മാറ്റമില്ലാത്തതാണ്. ആ ദൈവത്തിന് വേണ്ടി ഉറപ്പിച്ചുകൊണ്ട് ആ യാഗം കഴിക്കാൻ കടന്നുപോയപ്പോൾ തൻ്റെ വായിൽ നിന്ന് പറയുന്നൊരു പദമുണ്ട്. തൻ്റെ വാക്കുകളിൽ തനിക്ക് വെളിപ്പെട്ട ഒരു ദൂതുണ്ട്. മകൻ ചോദിക്കുന്നൊരു ചോദ്യം, അപ്പാ വിറകുണ്ട്, കത്തിയുണ്ട്, എവിടെ യാഗത്തിനുള്ള മൃഗം എവിടെ? അപ്പോൾ അബ്രഹാം പറയുന്നുണ്ട്, യഹോവ യാഗമൃഗത്തിന് ഒരാട്ടിൻകുട്ടിയെ കരുതുമെന്ന്. കണ്ടോ, വിശ്വാസത്തോടെ തനിക്ക് മുന്നിൽ അതൊന്നുമില്ല എങ്കിലും അബ്രഹാം പറഞ്ഞു കരുതുമെന്ന്. പറയട്ടെ, മോറിയ മല ഒരു കരുതലിൻ്റെ ദിവസമാക്കി മാറ്റി, ആ നിമിഷങ്ങളാക്കി തീർത്തു. അബ്രഹാമിന് വേണ്ടി അവൻ്റെ വാക്കിൽ എത്രയെല്ലാം വേദനിക്കുന്ന അവസ്ഥകൾ മുന്നിലുണ്ട്. ദൈവം പറഞ്ഞ് തൻ്റെ കുഞ്ഞിനെ യാഗം കഴിക്കണമെന്ന് പറയുമ്പോഴും തൻ്റെ വിശ്വാസം കൊണ്ട് ആ അവസ്ഥകളെല്ലാം തനിക്ക് അനുകൂലമാക്കി തിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ പ്രഭാതത്തിലും ഈ നിമിഷത്തിലും പറയട്ടെ, വിശ്വാസമുള്ള മക്കളായി ഈ വാക്കുകൾ കേൾക്കുന്ന നിൻ്റെ ജീവിതത്തിൽ വിശ്വാസമുണ്ടോ? തീ പോലെ പൊള്ളുന്ന വിഷയത്തിൻ്റെ അകത്തളത്തിലും സന്തോഷത്തിൻ്റെ ദിനങ്ങൾ നിനക്ക് ഉദിക്കുന്ന നിമിഷങ്ങളാക്കി സ്വർഗത്തിലെ ദൈവം തീർക്കട്ടെ. എൻ്റെ വാക്കുകളെ ചുരുക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഒരു വാക്ക് പ്രാർത്ഥിച്ച് നിർത്തുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. കാരുണ്യവാനായ ദൈവമേ, നല്ല പിതാവേ, വചനം കേട്ടവരാരും ഒഴുകി പോകാതെ 30, 60, 100 ഇനി ഫലം കായ്ക്കട്ടെ. അവരുടെ നന്മ അനുഗ്രഹങ്ങളെല്ലാം അവർക്ക് അത്ഭുതമായി മാറട്ടെ. എരിയുന്ന തീച്ചുളയ്ക്കകത്തും അത്ഭുതം വെളിപ്പെടുത്തുന്ന ദൈവം, പൊട്ടക്കിണറ്റിൻ്റെ അകത്തളത്തിലും അത്ഭുതങ്ങളെ വെളിപ്പെടുത്തിയ ദൈവം, കാരാഗ്രഹത്തിൽ പോലും ദൈവ പ്രവർത്തിക്ക് കർത്താവെ തടസ്സം വരാതെ അത് തക്ക സമയത്ത് പ്രവർത്തിച്ച ദൈവം, ഈ നിമിഷം എൻ്റെ വാക്കുകളെ കേട്ട ഓരോ വ്യക്തി ജീവിതങ്ങളിലും തടസ്സം നിൽക്കുന്നതിൻ്റെ അകത്തളത്തിൽ നിന്നും അവർ കൺമുമ്പിൽ കാണുന്നതല്ല, കാണാത്തതിനെ അവരുടെ അകത്തളത്തിൽ ഒരു മറുപടി വെച്ചതിനെ ഈ നാളുകൾ അവരുടെ കൺമുമ്പിൽ വെളിപ്പെടുത്തുവാൻ അങ്ങ് അവിശ്വസ്ത ദൈവമാകിയാൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അനുഗ്രഹം അവരുടെ മേൽ പകരപ്പെടുവാനാകട്ടെ. അത്ഭുതം സംഭവിക്കും. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ ആമേൻ.